guys, welcome back to my YouTube channel. എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ക്രിഞ്ച് എടുപ്പിക്കുന്നില്ല. ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ. എനിക്കിന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബോധി ക്രീമി ലേസ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ അറൌണ്ട് 10 കിലോമീറ്റേഴ്സ് ക്രീമി ലേസ് കിട്ടില്ല. സോ വൈ നോട്ട് ഉണ്ടാക്കിക്കൂടാ. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളെ വിളിച്ചിട്ട് ഇപ്പം ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കാൻ പോവാണ്. ജോയിൻ മീ. അമ്മു, can you say hi? അതിന് വേണ്ടി നമ്മൾ ഫ്രഷ് ക്രീം, ബട്ടർ, മല്ലിയില, മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഗാർലിക്, പിന്നെ ലേസ് വേണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രൈയിങ് പാനിലോട്ട് ബട്ടർ ഇടണം. സിമ്മിൽ ഇട്ടാൽ മതി, കാരണം ഓവർ ഹീറ്റ് ചെയ്തതിനാൽ ബട്ടറിൻ്റെ കളർ ബ്രൗൺ ആയി മാറും. അത് വേണ്ട. പിന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ഒരു ഹീറ്റ് ചെയ്യുക. ലൈക്ക് അറൗണ്ട് ഒരു 2 to 3 minutes മാത്രം ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ചൂടായി കഴിയുമ്പോൾ നമ്മളിട്ട ഗാർലിക്കിൻ്റെ മല്ലിയിലയുടെയൊക്കെ സ്മെല്ല് ഇങ്ങനെ വരാൻ തുടങ്ങും. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി ആദ്യം ക്യാമറ വരാൻ കുറച്ച് നാണമൊക്കെ ആയിരുന്നു, പിന്നെ പിടിച്ച് നിർത്തി. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ബൗളിലേക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം, നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മസാല അതിലോട്ട് ആഡ് ചെയ്യുക. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ലുക്ക് വരണേ. ഓവർ ആവാനും പാടില്ല, എന്നാൽ കുറവാവാനും പാടില്ല കേട്ടോ. പിന്നെ സിമ്പിളല്ലേ, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ലേസ്, എനി ലേസ് ഓഫ് യുവർ ചോയ്സ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വിത്തിൻ 2 minutes തന്നെ കഴിക്കാൻ ശ്രമിക്കുക. കാരണം കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ ആ ക്രിസ്പിനെസ് നമുക്ക് നഷ്ടപ്പെടും കേട്ടോ. ഞാനും കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. ബട്ട് എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ക്രേവിംഗ് എന്നൊരു സംഭവമല്ല, ഒരു 1 time തിങ് ആണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.